ഇന്ന് നമ്മൾ പാരമീനാണ് കറി വയ്ക്കുന്നത് കേട്ടോ. അതാണ്ട് വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പേരെന്താണെന്ന് കമൻ്റായിട്ട് ഇട്ടാൽ മതി. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പാരമീൻ എന്നാണ് പറയുന്നത്. അത് കറി വയ്ക്കാൻ വേണ്ടി ദാണ്ട് കുറച്ച് ചുവന്നുള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ ചുവന്നുള്ളി എന്ന് വെച്ചാൽ ഇതിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ അരയ്ക്കാനായിട്ടും കുറച്ച് മൂപ്പിക്കാനായിട്ടുമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് കുടംപുളി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ഒരു പിടി തേങ്ങ വെച്ചിട്ടുണ്ട്. തേങ്ങ കുറച്ച് മതിയെന്ന് വെച്ചാൽ ഇത് മുളകിനാണ് പ്രാധാന്യമുള്ളത്. ഓക്കെ. പിന്നെ ദാണ്ട് കാശ്മീരി മുളകും സാദാ മുളകും മിക്സ് ചെയ്തതാണ്. ഇതൊരു 4 ടീസ്പൂൺ. പിന്നീട് ഇത് ദാണ്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നീട് ഇത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ദാണ്ട് ഒരു മിഞ്ച് ഉലുവാപ്പൊടി. അത് അന്നേരം നമ്മൾ അവസാനം കറിയിൽ തൂവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. വായോ നമുക്ക് കറി വയ്ക്കാം. വായോ ആദ്യം നമുക്ക് ഈ മുളക് പൊടിയൊക്കെ ഇനി ഒന്ന് ചൂടാക്കി എടുക്കാം. ജസ്റ്റ് ഇതാ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്തു. നമുക്കത് ചെറുതായിട്ടൊന്ന് ചൂടായി പച്ച മണം മാറാൻ വേണ്ടിയിട്ടൊന്ന് ചൂടായി എടുക്കാം. ഓക്കെ. മുളക് പൊടി ചൂടായി, സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആ തേങ്ങ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ മിക്സായി. ഇനി നമുക്കത് അരച്ചെടുക്കാമേ. ഓക്കെ. നമ്മളെടുത്ത് വെച്ചിരുന്ന ഉള്ളി അതിനകത്ത് ഇട്ടു, കുറച്ച് വെള്ളം ഒഴിച്ചു. ഇനി നമുക്കിത് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ചട്ടി ചൂടാകാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതേ നമുക്ക് വർക്ക് ഏരിയയിൽ സ്റ്റൗവിൽ വെച്ച് തന്നെ ചെയ്യാം കേട്ടോ. അപ്പുറത്ത് പിന്നെ അഴുക്കായ വിട്ട് തുടയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് നമ്മൾ ഫൈനായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എണ്ണ ഒഴിച്ചു. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടി ഇത്തിരി ഉലുവ ഇട്ട് കൊടുക്കാം. ഇതേ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേ അധികം മൂത്തുകൊണ്ട് ആ കറിയിൽ വേവുമ്പോൾ ഇത് അലിഞ്ഞ് ചേരണം. അതിന് വേണ്ടിയിട്ടൊന്ന് വാടിയാൽ മതി കേട്ടോ. അത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഈ അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ. നമുക്ക് ഈ മിക്സിയുടെ ജാറ് കഴിയാതെ ഒഴിച്ചു കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളി ഒഴിച്ചു കൊടുക്കാം. ഓക്കെ. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഓക്കെ. ഇത് നന്നായി തിളച്ച് പുളിയൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് മീനിടാം. ഇതേണ്ട അരപ്പ് ശരിയായിട്ടുണ്ട്. മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇതിനകത്തോട്ടെ. ഇനി ഇതൊരു 10 മിനിറ്റ് തിളച്ച് വേവട്ടെ. ഇനി നമുക്ക് നമ്മുടെ കറി ഒന്ന് നോക്കാമേ. ഇതൊക്കെ തിളച്ച് കുറച്ചും കൂടെ ഒന്ന് കിടക്കട്ടെ കേട്ടോ. എന്നിട്ട് കുറച്ച് ഉലുവാപ്പൊടിയൊക്കെ വിതറി നമുക്ക് എടുക്കട്ടെ. ഇനി നമുക്ക് കറി ആയി നോക്കാം. ഓക്കെ. നമ്മുടെ കറി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി, ഒരു മിഞ്ച്, നമ്മൾ ഉലുവ പൊട്ടിച്ചതുകൊണ്ട് ഒരു ഇച്ചിരി ഉലുവാപ്പൊടിയെ ചേർക്കാവുള്ളൂ കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് അതിൻ്റെ കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടിയായിരുന്നു. ഓക്കെ. നമ്മുടെ കറി റെഡിയായി. ഞാൻ അടച്ച് വെച്ച് ആവിയിൽ ഇച്ചിരി നേരം ഇരിക്കട്ടെ. കുറച്ച് മത്തി കിട്ടിയായിരുന്നു കേട്ടോ, ചെറിയ മത്തി. അത് ഇത്തിരി വറുക്കാമെന്ന് വെച്ചു. നമുക്ക് കറി ഒന്ന് നോക്കാമേ. ഇതാണ് നമ്മുടെ കറി. ഉണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടേതായ രീതിയിൽ എങ്ങനെയാണ് കറി വയ്ക്കുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് ആ രീതിയിലൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ. നമുക്ക് നോക്കാം. ഇച്ചിരി പുളിയും കൂടെ കഴുകിട്ട് കണ്ട്. ഇതാണ് നമ്മുടെ കറി. ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. ഓക്കെ. താങ്ക് യു.